ഇതെന്താ കഴിക്കണേ? ചാമ്പങ്ങ ശിവ തന്ന. അമ്പോ, നീ അറിഞ്ഞില്ലേ? ഇത് ഇടയ്ക്കുന്ന അടുക്കളയിലേക്കൊക്കെ വരും, എന്നാലും ഇതൊക്കെ കാണാൻ പറ്റും. തമാശക്കല്ലേ? അയ്യോ, ചോറുണ്ണാറായോ? ഹായ്, കണ്ടിട്ട് കൊതിയാവണു. ചോറുണ്ണാറായോ? ചോറുണ്ണാറായി, വിശക്കണു. എന്താ കഴിക്കാൻ? ചോറായി. അച്ഛനെ വിളിച്ചു. അച്ഛനെ വിളിക്കാൻ വിളമ്പ്. എന്തെന്ന് കൂട്ടാനൊക്കെ? ഫുള്ള് വെച്ചാണ്. വെജാ? അതെന്താ? നമുക്ക് അമ്പലത്തിൽ പോണ്ടേ തിരുവാതിര കളിക്കാൻ. ഓ, ഞാൻ ഓർക്കണ്ട. ചൂട് ചോറ്, പിന്നെ നല്ല ആവി കിടക്കണ ചോറ്, ചേമ്പും മുളകുശി. അടിപൊളി. അമ്മൂന് ഇഷ്ടപ്പെട്ടതാണല്ലോ. പറഞ്ഞോണേ. മതി മതി. പിന്നെ ഇതുണ്ട്, നിനക്ക് വേണം. ഇത് ബീറ്റ്റൂട്ട് പാവയ്ക്കാൻ കുറച്ചിട്ടേക്ക്. കളയരുത്, കഴിക്കണം. പാവയ്ക്ക പക്ഷെ എന്ത് ഇരുമ്പുള്ള സാധനമാണോ ഏറ്റവും വേണ്ടത്. പിന്നെ വൻപയർ മെഴുക്ക് പരത്തി ഇടട്ടെ. ഇട്. വാവ്, കളർഫുൾ. മതി. മതി മതി. തൈര് വേണ്ടേ? പിന്നെ തൈര് ഇപ്പൊ ഒഴിക്കണം. തൈര് അതിന്റെ സൈഡ് വെച്ചേക്ക്. നിനക്ക് മുളകുപൊടിയും തൈരില്ലാതെ കഴിക്കാൻ പറ്റില്ലേ? പക്ഷെ തൈരും മുളകുപൊടിയും കൂടെ അമ്മ തന്നെയല്ലേ എന്നെ കോമ്പിനേഷൻ പഠിപ്പിച്ചേ. അതെ, എന്നാലും ഇനിയിപ്പൊ അതല്ലാതെ ഇപ്പൊ മുളകുപൊടി ഉണ്ടെങ്കിൽ തൈര് വേണം, അല്ലാതെ പറ്റില്ല. അതങ്ങനെ ശീലിച്ചു പോയി. ഉപ്പിടണം. വേണ്ട. അടിപൊളി ഗൈസ്. ഇന്നത്തെ നമ്മുടെ പ്ലേറ്റ് നോക്കൂ. രണ്ടും കൂടെ കുഴച്ച്. ഓ, നല്ല ചൂടുണ്ട്. നീ കഴിച്ചാ? ഞാൻ കഴിച്ചു. എനിക്ക് തൈരിന്റെ മുളകുപൊടി തന്നെ കഴിക്കാൻ ഇഷ്ടം. പാവയ്ക്ക, ബീറ്റ്റൂട്ട്, വൻപയർ മെഴുക്കുപുരട്ടി.